കൂട്ടുകാരും സ്നേഹിതരും പ്രിയപ്പെട്ടവരും ഒക്കെ കൂടെ കാണുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും മാറിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ ആരും കാണുന്നില്ല, നമ്മുടെ കൂടെ ആരുമില്ല, നമ്മളെ അറിയാൻ ആരുമില്ല, നമ്മുടെ വിഷമം ഷെയർ ചെയ്യാൻ ആരുമില്ല, പങ്കുവയ്ക്കാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില സമയങ്ങൾ. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ദൂത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം കാണുന്നില്ലെങ്കിലും അദൃശ്യനായ ഒരുവൻ നമ്മെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നാം തളരാതെ വീണുപോകാതെ സമയമാകുമ്പോൾ നമ്മോട് സംസാരിക്കാനും നമ്മളെ വിടുവിക്കാനും നമ്മെ രക്ഷിക്കാനും ആ ദൈവം ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു. യാക്കോബ് ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് തൻ്റെ അമ്മാച്ചൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്നത്. ലാബാൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചയുണ്ടായി. ഒരു കല്ല് തലയണയായിട്ട് വെച്ച് അവൻ കിടന്നവിടെ ഉറങ്ങി. വിചാരിച്ച് എന്നെ കാണാൻ ആരുമില്ല, ഈ നിർജ്ജന പ്രദേശത്ത് ഒരു മനുഷ്യനുമില്ല, എൻ്റെ വേദന അറിയാൻ, ദുഃഖം അറിയുവാൻ, എന്നെ കാണുവാൻ ആരുമില്ല. എന്നാൽ രാത്രിയായപ്പോൾ ദൈവം അവനോട് സ്വപ്നത്തിൽ സംസാരിക്കുകയാണ്. ഞാൻ കൂടെയുണ്ട്. വാഗ്ദാനങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആമേൻ. നമ്മൾ അറിയാത്ത ഒരുവൻ നമ്മുടെ നടുവിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയാത്ത ഒരുവൻ നമ്മുടെ ശൂന്യതയുടെ നടുവിൽ നിൽപ്പുണ്ട്. നമ്മൾ അറിയാത്ത ഒരുവൻ, അദൃശ്യനായവൻ നമ്മുടെ വേദന കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നാം അനുഭവിക്കുന്നതും, നാം കഷ്ടത അനുഭവിക്കുന്നതും, നാം പോകുന്നതും, നാം നിരാശപ്പെടുന്നതും, ആരും എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് കിടക്കുന്നതെല്ലാം കാണുന്ന ഒരുവൻ, അവൻ നമ്മളെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ ശിഷ്യന്മാര് രാത്രിയുടെ 4-ാം യാമത്തിൽ അവര് ഗലീലക്കടലിലെ ആഴക്കടൽ ഭാഗത്ത് അർദ്ധരാത്രി കഴിഞ്ഞ് അല്ലെങ്കിൽ 4-ാം യാമത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് വലിയ തിരമാലയും വലിയ കൊടുങ്കാറ്റും കഴിക്കുന്ന സമയത്ത് ആരും അവരെ രക്ഷിക്കാനില്ല, ഇനി ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ലാത്തൊരു സമയം എന്ന് ചിന്തിക്കുമ്പോൾ ആരും ഞങ്ങളെ സഹായിക്കാനില്ലെന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന സമയത്താണ് ദൈവപുത്രൻ അവരെ അന്വേഷിച്ച് അവരിരുന്ന ആ ബോട്ടിൽ, അല്ലെങ്കിൽ അവർ തകരുമെന്നും തകർന്നു പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന ആ സ്ഥാനത്തേക്ക് യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു കടന്നു വരുന്നത്. എന്താ സംഭവം എന്നറിയാമോ? ഇവര് തണ്ട് വലിച്ച് ഉഴലുന്നതും അഴലുന്നതും ആ കടലിൽ ഇനി പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവരായിട്ട് അതിലെ കൂടെ മരണവെപ്രാളത്തോടു കൂടി ആ ബോട്ടിനകത്തായിരിക്കുന്നൊക്കെ കർത്താവ് അദൃശ്യനായി കാണുന്നുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ അവർ കർത്താവിനെ കാണുന്നില്ലെങ്കിലും കർത്താവ് അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രാണഭയത്തിലായ സമയം, ഇനി രക്ഷപ്പെടില്ലെന്ന് ചിന്തിക്കുന്ന സമയത്താണ് യേശു അവരുടെ അടുക്കിലേക്ക് വന്നത്. അതിൻ്റെ അർത്ഥം കർത്താവ് പെട്ടെന്നൊരു വാർത്ത അറിഞ്ഞിട്ട് വന്നതൊന്നുമല്ല, പെട്ടെന്നൊരു വിവരം അറിഞ്ഞപ്പോൾ വന്നതല്ല. ആര് അവരെ പറഞ്ഞു വിട്ടോ ആ കർത്താവ് അവർ പോകുന്ന ഓരോ സമയവും ഓരോ നിമിഷങ്ങളും കർത്താവ് വാച്ച് ചെയ്തുകൊണ്ട് നിന്നിരിക്കുക. ഹല്ലേലൂയ. 139-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ നീ അറിയാത്തത് എനിക്കൊന്നുമില്ല, ഞാൻ ഇരിക്കുന്നു എഴുന്നേക്കുന്നൊക്കെ നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് പാർത്താൽ നിന്റെ കണ്ണ് എന്നെ തേടി അവിടെ വരും, പാതാളത്തിന്റെ കിടക്ക് വിരിച്ച നീ അവിടെ ഉണ്ട്. ദൈവം കാണാത്ത ഒരു സ്ഥലം, ദൈവം അറിയാത്തൊരിടമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് ഒറ്റപ്പെടലായിരുന്നാലും നമ്മുടെ ദൈവം നമ്മളെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, കാണുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയാമെന്ന് മാത്രമാണ്. എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമോ ഇല്ലയോ എന്നാണ് പിശാച് നോക്കുന്നത്. അവിടെയും ദാവീദ് പറഞ്ഞതുപോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാനൊരു അണുത്വവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് കൂരിരുട്ടല്ലേ, മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയല്ലേ, ഭൂതാത്മാക്കളെല്ലാം ചുറ്റും നടക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ ഒത്തിരി പേര് മരിച്ച സ്ഥലമല്ലേ, ആത്മഹത്യ ചെയ്ത സ്ഥലമല്ലേ, ഒത്തിരി പേരെ കൊന്ന ഇടമല്ലേ, പലരും പരാജയപ്പെട്ട സ്ഥലമല്ലേ എന്നല്ല അവൻ ചിന്തിക്കുന്നത്. അവൻ ചിന്തിക്കുന്നത്, ആ താഴ്വരയിൽ കൂടെ ഞാൻ പോകുമ്പോൾ നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ താഴ്വരയിൽ, ഈ മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിൽ, ഈ ഒറ്റപ്പെടലിന്റെ കൂരിരുട്ടിന്റെ താഴ്വരയിൽ
കാണുന്നവൻ, നമ്മെ കാണുന്നവൻ, നമ്മെ അറിയുന്നവൻ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ, ഈ വചനം പറയുമ്പോൾ, സന്ദേശം കൈമാറുമ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിലൂടെ, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവരെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ അറിയുന്നവനും നിങ്ങളെ കാണുന്നവനും അദൃശ്യനായി നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. അവന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിലുമല്ല നിങ്ങളായിരിക്കും. നിങ്ങൾ ഭീതിപ്പെടുന്ന, ഭയപ്പെടുന്ന സകല വിഷയങ്ങളും അവൻ്റെ കാലിൻ്റെ കീഴിലാണ്, അവൻ്റെ കാൽ ചുവട്ടിലാണ്. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് വളരെയധികമായി നിരാശപ്പെട്ടു മരണം കാത്തിട്ട് ഓടി പോയ ഒരു ദിവസം ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ ഈസബേൽ അവനെ കൊന്നുകളയും, തലവെട്ടിക്കളയുമെന്ന് എന്താ പറയുന്നത്, ഇനാം കൽപ്പിച്ചിട്ട് അവിടെ അവൻ തലയ്ക്ക് വര കെട്ടിരിക്കുന്ന ഒരു സമയം ഏലിയാവ് ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. ബേർശേബയ്ക്ക് ഉൾപ്പെട്ട മരുഭൂമിയിൽ ഇസ്രായേലിന്റെ ടെറിട്ടറി കഴിഞ്ഞ് യഹൂദിയിൽ ചെന്ന് കയറിയിട്ട് ഒരു ചൂരച്ചിലയുടെ കീഴിലേക്ക് അവൻ കിടക്കുകയാണ്. മരിച്ചാൽ മതി, ദൈവം എടുത്തോ. പക്ഷേ അവിടെയും അവനെ അന്വേഷിച്ച് നിൽക്കുന്ന, അവനെ കാത്തു നിൽക്കുന്ന, അവനെ നോക്കി നിൽക്കുന്ന, അപ്പവും വെള്ളവുമായി നോക്കി നിൽക്കുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ആമേൻ. നിങ്ങൾ ഒറ്റപ്പെടുന്ന, നിരാശപ്പെടുന്ന, സാഹചര്യത്തിൽ ആരുമില്ലാത്ത, ഇനി ഇത് എല്ലാം തീരാൻ പോകുകയാണെന്ന് ചിന്തിക്കുമ്പോഴും പ്രതീക്ഷകൾ, പുതിയ പ്രതീക്ഷകൾ നൽകി നമുക്ക് ആഹാരവും വെള്ളവുമായി നിൽക്കുന്ന ഒരു ദൈവം തൻ്റെ ദൂതനെ അയച്ച്. ആമേൻ. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവൻ യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 34 സങ്കീർത്തനം 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി. ആമേൻ. അവൻ തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ചാർജ് ചെയ്ത് അയക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള യാത്രയിൽ 275 യാത്രക്കാരുള്ള കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തടവുപുള്ളിയെ പോലെയാണ് അവനെ, തടവുപുള്ളിയായിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. കുറ്റവാളിയെ പോലെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കപ്പൽ തകരാൻ പോവുകയാണ്. ഈശാനം മൂലം കൊടുങ്കാറ്റടിച്ച് സകലം നശിക്കാൻ പോകുന്ന സമയത്ത്, രക്ഷപ്പെടുമെന്ന ആശ നശിച്ചുപോയി. 14 ദിവസം സൂര്യനെ ചന്ദ്രനെ കാണാൻ കഴിയാതെ വലിയ ഇരുട്ടിനകത്ത് കിടക്കുന്ന സമയത്ത് അവിടെ പൗലോസ് പറയാണ്, ഇന്ന് രാത്രി, അപ്പോസ്തലരുടെ പ്രവൃത്തി 27-ാം അധ്യായം 23-24 വാക്യം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. ആമേൻ. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു. അതെ, ഹല്ലേലൂയ. ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, ആ ഒരു സാഹചര്യത്തിലാണ്, ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത ഒരു കുരുക്കിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നെങ്കിലും, സഹായിക്കുവാൻ കഴിയുന്നവൻ, നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്നവൻ, ആമേൻ, അവനാണ്. ആമേൻ. നമ്മളോട് സംസാരിക്കാൻ അധികാരമുള്ളത്, നമ്മളെ കൊണ്ടെത്തിക്കും. ആമേൻ. നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ മക്കളോ, നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും അവർക്ക് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റില്ല. നമ്മളെ എത്തിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ എത്തിക്കും. അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അവനൊരിക്കലും നമ്മളെ കൈവിടുകയില്ല. അതുകൊണ്ട് നമ്മൾ ആരുമില്ലാന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുക, അവൻ നമ്മെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അവൻ നമുക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുക. അവൻ നമ്മളായിരിക്കുന്നിടത്ത് നമുക്ക് വേണ്ടത് കൊണ്ടെത്തന്ന് നമ്മളെ കരുതുന്നു. മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് ആഹാരവും വെള്ളവും ഇറച്ചിയൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു ദൈവം. ആരും തന്നെ തപ്പിപ്പോകേണ്ടി വന്നില്ല, അന്വേഷിച്ചു പോകേണ്ടി വന്നില്ല. ദൈവം അവന് വേണ്ടി കൊണ്ടു കൊടുക്കുകയായിരുന്നു. കിരീടത്തിലിരുന്നപ്പോൾ അവൻ ആഹാരം ഏലിയാവിന് കൊണ്ടു കൊടുക്കുകയായിരുന്നു. കാണുന്ന കണ്ണുണ്ട്, അറിയുന്ന ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ദൂതന്മാരെ ദൈവം ചാർജ് ആക്കിയിട്ടുണ്ട്. നിരാശപ്പെടരുത്. ഇന്ന് നിങ്ങളോട് കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവേ, എന്നോട് ചേർന്ന് ഈ സന്ദേശം കേട്ട് പ്രാർത്ഥനയിൽ കർത്താവെ കണ്ണുകളടച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിന്ന് നേരിടുന്ന സകല ഒറ്റപ്പെടൽ നടുവിലും, എന്നെ ആരും അറിയാനില്ലല്ലോ, കാണാനില്ലല്ലോ, എനിക്ക് വേണ്ടി കരുതുവാൻ ഇനി ആരുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അവിടുന്ന് അവരുടെ അടുത്ത് നിൽക്കുന്നതിനായി നന്ദി, അവരുടെ ചേർന്ന് നിൽക്കുന്നതിനായി നന്ദി, അവർക്ക് വേണ്ടി കരുതുന്നതിനായി നന്ദി, ഒരു അത്ഭുതത്തിൻ്റെ വഴി തുറക്കുന്നതിനായി നന്ദി. കർത്താവെ, നീ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ലല്ലോ. കർത്താവെ, തക്ക സമയത്ത് അപ്പവും വെള്ളവും നൽകി എഴുന്നേൽപ്പിച്ച് ദൂരയാത്ര ചെയ്യിക്കുന്ന ദൈവം, ഞങ്ങളെ ദൈവിക പൂർത്തിയിൽ എത്തിക്കുന്ന ദൈവം, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരിൽ അത് സംഭവിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ദൈവപ്രവൃത്തി മക്കളിൽ ഇന്ന് നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൂടെയുണ്ട്. ഇന്നത്തെ ഈ പുതിയ ദിവസത്തിൽ, ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം ദൈവം നമുക്ക് ആ ഒരു ദൂത് തന്ന് ഈ ഒരു മാസം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ആ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ മാസം നിങ്ങളോട് കൂടെ കർത്താവ് ഇരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന മാസമായി തീരട്ടെ, നന്മകൾ നൽകുന്ന മാസമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്ലെസ്സഡ് മന്ത്.